ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഞങ്ങളിപ്പോൾ ഉള്ളത് ചൈനയിൽ ഗ്വാൻസോയിൽ നിന്നും 2 മണിക്കൂർ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ചൈനയിലെ ഒരു വില്ലേജ് ആയിട്ടുള്ള ഗുയിലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ ഒരു നല്ല റിവർ ഉണ്ട്. നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ ബാംബു റാഫ്റ്റിംഗ് കുടയൊക്കെ ചൂടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ഏരിയ റിവർ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കുറേ മലകൾ, മറ്റേ ആണി അടിച്ച പോലെ കുറേ മലകളുണ്ട്. നല്ല പച്ചപ്പ്, പ്രകൃതി, തണുപ്പൊക്കെ ഉള്ളൊരു സൂപ്പർ പ്രദേശം. ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയെ കറക്റ്റായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു കേബിൾ കാർ സെറ്റ് ചെയ്ത് അത് ഈ മലകളിൽ നിന്നും മറ്റ് മലകളിലേക്ക് കണക്ട് ചെയ്ത് അത് മലകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജ് സെറ്റ് ചെയ്ത് അതിലേറ്റവും വലിയ മലയുടെ മുകളിൽ ഒരു ഹെലിപ്പാഡ് പോലെ സെറ്റ് ചെയ്ത് അതിലേക്ക് വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഏകദേശം 1000കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ഇനത്തിലായിട്ട് ഏകദേശം 15,000 രൂപ ഒരാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം. അങ്ങനെ 10,000 ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട്. പ്ലസ് അക്കോമഡേഷൻ ഫുഡ് ഇനത്തിൽ വേറെ ഒരു 10,000 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആവറേജ് ഒരാൾ ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഏകദേശം 25,000 രൂപ ഒരാൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ പോകുന്നത്. അങ്ങനത്തെ 10,000കണക്കിന് ആളുകൾ ഡെയിലി വരുന്ന ഒരിടമായിട്ട് ഈ ഗുയിലിനെ അല്ലെങ്കിൽ റോയ് പീക്കിനെ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം മലേഷ്യയിലെ ജെൻഡിങ് ഐലൻഡ് അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട്. നമ്മൾ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യില്ല. എന്നിട്ട് കണ്ട പ്ലാസ്റ്റിക് ബോട്ടിലും പ്രകൃതിയിൽ എറിയും, കവറും പ്രകൃതിയിൽ എറിയും, ആ കോഴി പാർട്സും എറിയും, ആ തുപ്പും ചെയ്യും, കുടുക്ക ചവച്ചിട്ട് അതും തുപ്പും, ആകെ പ്രകൃതിയിൽ ഇരുന്നിട്ട് മൂത്രമൊഴിക്കും ചെയ്യും. ഇവിടെയൊക്കെ മൂത്രമൊഴിച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യും കേട്ടോ. പുറത്ത് മൂത്രമൊഴിക്കും, ഡെഫിക്കേറ്റും ചെയ്യും, പ്രകൃതിയെ ശരിക്കും നശിപ്പിക്കും. പക്ഷെ നമുക്കുള്ള അമൂല്യമായ സമ്പത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലേക്ക് ഒരു ദിവസം 10,000 പേര് അല്ലെങ്കിൽ 20,000 പേരൊക്കെ ഡെയിലി വന്നിട്ട് ഇത്തരം ബ്യൂട്ടിഫുൾ സ്ഥലം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എത്രത്തോളം സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് ഇവിടെ ഇപ്പം നോക്കി പുറത്തുനിന്ന് വന്നത് ഏകദേശം 90% പേരാ. ചൈനക്കാരായിട്ട് ഏകദേശം ഒരു 10% പേരെ വന്നിട്ടുള്ളൂ. ആ 10%-ത്തിലധികം ഇവിടെ എംപ്ലോയീസ് ആണ്. ചായ വെക്കുന്നവരും ഡ്രോൺ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും അല്ലെങ്കിൽ ഗൈഡും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പുറത്ത് നിന്ന് ഇത്രയും ആളുകളെ കൊണ്ടുവന്ന് ഡെയിലി 10,000-25,000 രൂപ സ്പെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ടൂറിസം ഡെവലപ്മെൻറ്റ് വലിയൊരു പ്രൊമോഷനാണ്. ഒരുപക്ഷെ നമ്മളെ നാട്ടിലെ ആ ഒരു എന്താണ് പറയുക, ആവശ്യമില്ലാത്ത പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാതിരിക്കലും എന്നിട്ട് പ്രകൃതിയെ അങ്ങേയറ്റം നശിപ്പിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക്കും വേസ്റ്റും വലിച്ചെറിയൽ നിർത്തിയാൽ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വലിയ ഒരു എന്താണ് പറയുക, ക്യാഷിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പ്രകൃതിയെ നശിപ്പിക്കാതെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവിടേക്ക് ആളുകളെ ആകർഷിച്ച് അവിടുത്തെ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്ന, അതേസമയം പ്രകൃതിയെ നശിപ്പിക്കാതെ അതിൽ വേസ്റ്റ് ഇടാതെ പ്രകൃതിയെ സംരക്ഷിക്കലാണ് ബേസിക്കലി ടൂറിസം ഡെവലപ്മെൻറ്റ്.